കീർത്തിയുള്ള തൃശൂർ പൂരം ആർത്തിയോടെ കാണാൻ ചെന്ന് കൂട്ടുവന്ന കാക്കാത്തി തിരക്കിൽ കൈവിട്ടുപോയി പുറത്തുപോയി കൂട്ടിലിട്ട കിളിയും പോയി ഇനി എങ്ങനെ ഞാൻ കൈനോക്കി പറയും അതിനാലൊരു കഥ പറയാം വള്ളി മനോഹരലോല പള്ളി മയിലേറും വേല കള്ളത്തരം കൂടാതെ ഉള്ളിൽ വീടങ്ങനുകൂലം ചന്തമോടൊഴുകും യമുനയിലൊരു താമരയിലയിൽ നിഴിയഞ്ചും ഒരു ശംഖം ഒഴുകി വരുന്നയ്യ കയ്യിലെടുത്തു ദക്ഷൻ എന്തത്ഭുതം ഓമനയാം പെണ്ണണിയായി തീർന്നു ശങ്കർ സതി എന്നു പേരിട്ടു വളർത്തി ശങ്കരന്റെ കൈകളിലേൽപ്പിച്ചു പിന്നെപ്പോഴോ ദക്ഷന് ശിവനോട് വൈരമായി. ദക്ഷൻ ഒരു യാഗം നിശ്ചയിച്ചു, ശിവനെ വിളിക്കാതെ. പ്രാണനാഥ ശംഭോ ശങ്കര യാഗത്തിനു പോകണ്ടേ, അച്ഛന്റെ യാഗമല്ലേ അറിയിക്കാനെന്തുള്ളൂ. മാനഹാനി വന്നാൽ പിന്നെ ജീവിച്ചിട്ടെന്തേ കാര്യം, മാലോകർ ചിരിക്കും പെണ്ണേ മാനിനി പോകേണ്ട. മകളെയില്ല ഇവളെന്റെ മകളെയല്ല, ദക്ഷന്റെ യദ്വരശാലയിൽ ഈ പെണ്ണിനെന്തേ കാര്യം. ഇറങ്ങുന്നൊരുവൻ കെട്ടിയ പെണ്ണല്ലേ നീ പെണ്ണെ, ഉണ്ണാൻ വഴിയില്ല ഞോട്ടുപുര തേടി വന്നു. പതിയെ മാനിയാതെ പോയി അപമാനിതയായി, അഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു ദാക്ഷായണി. ദഹനേ ദഹിച്ചു സതി, കഥയറിഞ്ഞു പതി. സംഹാരകാലരൂപം പൂണ്ടു പശുപതി. ജടനിരത്തിട്ടടിച്ചു വീരഭദ്രനും ഭദ്രയും അതിൽ നിന്നു എത്തെഴുന്നേറ്റു. ആയുധം നാനാവിധം കയ്യിലേന്തി യാഗശാലയിലേക്കവർ പുറപ്പെട്ടു. ജളനാകുമവനെ പിടിച്ചു കെട്ടി തല വെട്ടിയറിയുന്നു വീരഭദ്രൻ. രക്തം കുടിക്കുന്നു ഭദ്രകാളി, അഗ്നിയിൽ കത്തിയെരിഞ്ഞിടുന്നു ശിരം. ഇനിയല്ലേ കഥ കഥയാവുന്നേ. ചത്തൊരാട്ടിൻ തലയറുത്തെടുത്തു, ദക്ഷന്റെ ഉടലുടതു ചേർത്തു വച്ചു. ഭഗവാനെ നിന്ദിച്ച വമ്പുള്ള ദക്ഷൻ ഭഗവാനെ വന്ദിച്ചു കാലം കഴിച്ചു. മുടിയോടെ ഇരിക്കണേ അടുപോലെ ജപിക്കണേ, ആരു കണ്ടാലും ചിരിക്കണ നമ്മുടെ പ്രജാപതി. ആട്ടിൻതല വെച്ചു നടക്കണ ജലപ്രഭുക്കന്മാർ ആളുകൂടുന്നിടത്തെന്നും അനവധിയുണ്ട്. കണ്ടോ കണ്ടോ തൊട്ടുവല്ലതുണ്ട് കിട്ടിയ വശ തീർത്തിട്ട് കുട്ടിയൂരിട നീരാട്ടത്തിന് പോകാമല്ലോ. Dum dum dum.